ശ്രീജിത്തിലേക്ക് കൂടി പോകുകയാണ്. ശ്രീജിത്ത്, ഇനി മൂന്ന് പേരെയാണ് കണ്ടെത്താനുള്ളത്. ഒന്ന് അർജുൻ, മറ്റ് രണ്ടുപേർ തമിഴ്നാട് കർണാടക സ്വദേശികളാണ്. ഇതിൽ ശരവണൻ്റെതെന്ന് സംശയിക്കുന്ന മൃതദേഹ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും സ്ഥിരീകരണം വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? ഇനി കണ്ടെത്തേണ്ടവരെക്കുറിച്ച്, അതോടൊപ്പം കണ്ടെത്തിയവരെക്കുറിച്ചും. നിലവിൽ 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. അതിൽ ഒന്ന് അർജുൻ, അതോടൊപ്പം തന്നെ ലോകേഷ്, അതോടൊപ്പം മറ്റൊന്ന് ജഗന്നാഥ് ആണ്. ഇവർ രണ്ടുപേരും നിലവിൽ ലക്ഷ്മണന്റെ ചായക്കടയിലെ ജീവനക്കാരായിരുന്നു. അവരായിരുന്നു ഇത്തരത്തിൽ വലിയ മണ്ണിടിച്ചിലിൽ ഈ പുഴയിലേക്ക് പോയി അകപ്പെട്ടതായി കരുതുന്നത്. ആ ചായക്കട നടത്തിയിരുന്ന ലോകേഷും അതോടൊപ്പം തന്നെ ഭാര്യയും 2 കുട്ടികളും ഈ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടിരുന്നു. എന്തായാലും അതോടൊപ്പം അന്ന് 7 മൃതദേഹങ്ങളായിരുന്നു ആദ്യം കണ്ടെടുത്തിരുന്നത്. അതിൽ 4 പേർ ഈ കുടുംബത്തിലെ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവരായിരുന്നു. ആ കടയിലെ ജീവനക്കാരാണ് നിലവിൽ ഇത്തരത്തിൽ ഇനി കണ്ടെത്താനുള്ളത്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലിലും ഊർജിതമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത്തരത്തിൽ ഈ അപകടം നടന്ന സ്ഥലത്താണ്. നിലവിൽ സാങ്കേതിക തകരാർ മൂലമാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ലഭിക്കാത്തത്. കാരണം ഈ മേഖല അത്തരത്തിൽ സാങ്കേതികമായി റേഞ്ച് ഇല്ലാത്തൊരു മേഖലയാണ്. പക്ഷേ ഈ പ്രദേശത്ത് നിലവിൽ ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനം പുരോഗമിക്കുകയാണ്. 2 ലെങ്ത് ഉപയോഗിച്ച് മണ്ണിപ്പോൾ മാറ്റുന്ന രീതിയാണ് പൂർണ്ണമായി നാം കാണുന്നത്. ഈ രാത്രിയിലും ഈ പ്രവർത്തനം മുന്നോട്ട് പോകുകയാണ്. അതിവേഗത്തിൽ തന്നെയാണ് ഈ മണ്ണ് മാറ്റുന്നത്. മണ്ണിന്റെ കൂമ്പാരങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പെട്ടെന്ന് തന്നെ ഈ പ്രദേശത്ത് നിന്നുള്ള ഈ മാറ്റുവാനാണ് നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത്, അതോടൊപ്പം രാത്രിയും ഡ്രോൺ പരിശോധന ഉണ്ടാകും എന്ന് ദൗത്യ സംഘാംഗങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ ഡ്രോൺ പരിശോധന നിർത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എല്ലാത്തിനും വെല്ലുവിളിയാകുന്നത് ഈ പ്രതികൂല കാലാവസ്ഥ തന്നെയല്ലേ? നാളെയും ഷിരൂരിൽ ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കനത്ത മഴ മുന്നറിയിപ്പുകൾ തന്നെയുണ്ട്. ആ ഡ്രോൺ പരിശോധന ഇനിയും തുടരും. കാരണം അത് കാരണം ഉച്ച സമയത്ത് ഇത്തരത്തിൽ ഡ്രോൺ പറത്തിയിരുന്നപ്പോൾ ഇത്തരത്തിൽ ആ ഡ്രോണിൽ പതിഞ്ഞത് ഈ ചൂടില്ലാത്ത ശരീരങ്ങൾ കണ്ടെത്താൻ കഴിയില്ല. കാരണം ആ സമയങ്ങളിൽ ഈ ഒരു വാൻ കണ്ടെത്തിയിരുന്നു, ആ ടാങ്കർ കണ്ടെത്തിയിരുന്നു. അതിൽ ഇത്തരത്തിൽ അർജുന്റെ ശരീരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെയാണ് രാത്രി ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്നത്. ശരി ശ്രീജിത്ത്, തുടരുക. ആനന്ദിലേക്ക് പോവുകയാണ്. ആനന്ദ്, കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലും ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. തങ്ങൾ കാര്യക്ഷമമായി തന്നെയാണ് തിരച്ചിൽ പ്രവർത്തനം നടത്തിയത്. അതിന് വിപരീതമായി വന്ന വാർത്തകളൊക്കെ വ്യാജ വാർത്തകൾ മാത്രമാണ്, അടിസ്ഥാനരഹിതമാണ്. തൻ്റെ ഇലക്ഷൻ സമയത്ത് പോലും ഇത്രയും കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നില്ല. അത്രയധികം സ്നേഹത്തോടു കൂടി തന്നെയാണ് തങ്ങൾ ഇതിലേക്ക് എത്തിയത് എന്നാണ് പറഞ്ഞത്. ആനന്ദിലേക്ക് എത്താം. ചില സാങ്കേതിക തകരാറുകൾ. ഷിരൂരിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ 10 ദിവസം പിന്നിടുകയാണ്. ഇന്നലെയാണ് നദിയുടെ അടിത്തട്ടിൽ ലോറി കണ്ടെത്തിയത്. ട്രക്കിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അതനുസരിച്ച് നാവികസേന അംഗങ്ങൾ, മുങ്ങൽ വിദഗ്ധരൊക്കെ എത്തിയെങ്കിലും പ്രതികൂല കാലാവസ്ഥ വലിയ വിലങ്ങുതടിയാകുകയായിരുന്നു. ഇന്നും ദൗത്യം തുടരും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ തന്നെ തിരച്ചിൽ ഊർജിതമാക്കി. പക്ഷേ അങ്ങേയറ്റം പ്രതികൂല കാലാവസ്ഥയായിരുന്നു. ഗംഗാവലി നദിയിലെ അടിയൊഴുക്ക് അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ചെളിയും മണ്ണും നിറഞ്ഞ ഒഴുക്കായിരുന്നതുകൊണ്ട് തന്നെ മുങ്ങൽ വിദഗ്ധർക്ക് കൃത്യമായ ഇത് ലോറിയുടെ ട്രക്കിൻ്റെ അടുത്തേക്ക് എത്താനോ അല്ലെങ്കിൽ അവരുടെ ഇത് പരിശോധിക്കുന്നതിനുള്ള സാധ്യതയൊക്കെ വളരെയധികം മങ്ങിയത് തന്നെയായിരുന്നു. കാഴ്ചക്കുറവ് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അതീവ ദുഷ്കരവും ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുമായിരുന്നു കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത്. അതിനാൽ വളരെ മന്ദഗതിയിൽ തന്നെയായിരുന്നു. പിന്നീട് നടത്തിയത് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയായിരുന്നു. ഇതിൽ 4 ലോഹഭാഗങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തി. അർജുൻ്റെ ട്രക്കിൻ്റേതെന്ന് സംശയിക്കുന്ന ലോഹഭാഗങ്ങൾ തന്നെയാണിത്. അതിനുശേഷമാണ് മെഴ്സിഡസ് ബെൻസുമായി ദൗത്യ സംഘാംഗങ്ങൾ ബന്ധപ്പെട്ടത്. അവരുടെ നിർദ്ദേശമനുസരിച്ച് ദൗത്യ സംഘാംഗങ്ങൾക്ക് മനസ്സിലായത് ട്രക്ക് നദിയിലേക്ക് പതിക്കുന്ന സമയത്ത് പോലും ക്യാബിൻ വേർപെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപകടത്തിൽ പെടുമ്പോൾ ഇത് ലോക്കാകുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് ട്രക്കിൽ നിന്ന് ഡ്രൈവറുടെ ക്യാബിൻ ഭാഗം വിട്ടുപോകില്ല എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവർ വച്ചു പുലർത്തുന്നത്. എന്തായാലും 10 ദിവസം പിന്നിടുമ്പോൾ പ്രതീക്ഷകൾക്ക് നിരാശയുടെ ഫലം തന്നെയാണ്. നാളെ വീണ്ടും ദൗത്യം തുടരുമ്പോൾ അർജുനിലേക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ്
ദൗത്യ സംഘാംഗങ്ങളും പ്രതീക്ഷിക്കുന്നത്.